ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, സ്വാശ്രയത്വം. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിൽ പെടുന്നവ. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടുത്തെ ഓപ്ഷൻ നമുക്ക് 3 കിട്ടുന്നുണ്ട്. ചേരിചേരാ നയവും, സമാധാനപരമായ സഹവർത്തിത്വവും, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസവും. അത് 3 പഠിച്ചു വെക്കുക. കൂടാതെ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ. വംശീയവാദത്തോടുള്ള വിദ്വേഷം. എന്താണ്? വംശീയവാദത്തോടുള്ള വിദ്വേഷം. എന്നോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ പറയുകയോ ഉറക്കെ പറയുകയോ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് സംഭവം നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. വംശീയവാദത്തോടുള്ള വിദ്വേഷം. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടും ഉള്ള എതിർപ്പ്. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. പഞ്ചശീല തത്വം നമ്മളുടെ ഓപ്ഷനകത്ത് വരും ഇനി. കൂടാതെ സമാധാനപരമായ സഹവർത്തിത്വം ഇവിടെയുണ്ട്. ചേരിചേരാ നയം ഉണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് എന്താണ്? വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. ഓക്കെ. അപ്പൊ ഓപ്ഷനകത്ത് ചേരിചേരാ നയം വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വം തന്നെ ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? പഞ്ചശീല തത്വം എന്ന് പറഞ്ഞത്. പഞ്ചശീല തത്വം. അപ്പൊ ഓർക്കണം, ചേരിചേരായ്മ നയവും പഞ്ചശീല തത്വവും വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ടതാണ്. ഇനി സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളായി പഠിച്ചു വെക്കേണ്ടതാണ്. ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം, അതും കൂടെ ഓർത്ത് വെച്ചേക്കാം. ചേരിചേരായ്മ നയം, പഞ്ചശീല തത്വങ്ങൾ, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, വംശീയവാദത്തോടുള്ള വിദ്വേഷം, സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടും ഉള്ള എതിർപ്പ്, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ എല്ലാ ജനവിഭാഗത്തെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന ഏറ്റവും വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരോടും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു 1947 പ്രസംഗത്തിൽ നിന്നാണ്. അപ്പൊ നമുക്കിതിന്റെ ബേസ് എന്ന് പറഞ്ഞത് ചേരിചേരായ്മ പ്രസ്ഥാനമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? നാം അഥവാ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. അപ്പൊ ഈ ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിച്ച വർഷം 1961. ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിച്ച വർഷം 1961. ഇനിയും ഈ നാം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ആണ് ബാന്തൂങ് സമ്മേളനം. അത് 1955 ബന്തൂങ് സമ്മേളനം ഉണ്ടായിരിക്കുന്നത്. ഇനി ആദ്യ സമ്മേളനം നടന്ന വർഷമാണ് 1961. ആദ്യ സമ്മേളനം ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് നടന്നത്. യുഗോസ്ലോവിയയിലെ ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ് നടന്നത്. 1961 ആദ്യ സമ്മേളനം നടന്നത് ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ ടൈമില് പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്ര പറയണം? 25. ബെൽഗ്രേഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 25. നാമിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചശീല തത്വങ്ങൾ ആണ്. നാമിന്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചശീല തത്വങ്ങൾ ആണ്. നാം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VK കൃഷ്ണമേനോനാണ് നാം എന്ന ആശയം ആദ്യമായിട്ട് പ്രചരിപ്പിച്ചത്. VK കൃഷ്ണമേനോൻ ആണ്. അപ്പൊ ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അംഗസംഖ്യ 120 ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അംഗസംഖ്യ 120.
എന്തിനു വേണ്ടിയിട്ടാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതലാളിത്ത സോഷ്യലിസ്റ്റ് ചേരികളിൽ, അതായത് അമേരിക്കയും USSRും തമ്മിലുള്ള ചേരികളിൽ പെടാതെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രീയങ്ങളുടെ സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറഞ്ഞത്. ഇനി ഈ ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു, ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഗമാൽ അബ്ദുൾ നാസർ. ഈജിപ്ത് പ്രസിഡന്റിന്റെ പേരെന്താണ്? ഗമാൽ അബ്ദുൾ നാസർ. യുഗോസ്ലോവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ. യുഗോസ്ലോവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ. ഇന്തോനേഷ്യയുടേത് അഹമ്മദ് സുകാർണോ. ഇന്തോനേഷ്യയുടേത് അഹമ്മദ് സുകാർണോ. ഘാനയുടെ പ്രസിഡന്റ് ക്വാമി എൻ ക്രൂമ. ഒന്നുകൂടെ പറയാം, ഘാന പ്രസിഡന്റ് ക്വാമി എൻ ക്രൂമയും ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് അഹമ്മദ് സുകാർണോയും യുഗോസ്ലോവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോയും ഈജിപ്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഗമാൽ അബ്ദുൾ നാസറും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും കൂടെ ചേർന്നിട്ടാണ് നാം രൂപീകരിച്ചത്. ഇനി ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്നഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്നഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് 1954 ആ ടൈമിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായും ആണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്. ചൗ എൻ ലായും നെഹ്റുവും 1954. ഇപ്പൊ 2024 ഈ 19ാമത് ചേരിചേരാ സമ്മേളനം ഉണ്ടായിട്ടുണ്ട്. ഉഗാണ്ടയിൽ വെച്ചിട്ടാണ് നടന്നത്. ഉഗാണ്ടയിലെ കമ്പാല എന്ന് പറയുന്ന പ്രദേശത്താണ് 19ാമത് ചേരിചേരാ സമ്മേളനത്തിന്റെ വേദി. ഇപ്പൊ നിലവിലത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഉഗാണ്ടയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള യൊവേരി മുസവേനി ആണ്. യൊവേരി മുസവേനി. ഇപ്പൊ 2024 മുതൽ 2027 വരെ ഈ നാമിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഉഗാണ്ടയാണ്. അപ്പൊ ഉഗാണ്ടയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട്, നാമിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് വരുന്നത് യൊവേരി മുസവേനി ആണ്. യൊവേരി മുസവേനി ആണ്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ്: ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ജർമ്മനി, ഇറ്റലി, തുർക്കി. ജർമ്മനി, തുർക്കി, ആസ്ട്രിയ, ഹംഗറി. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആണ് അച്ചുതണ്ടു ശക്തികൾക്കകത്തു വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട രണ്ട് സൈനിക ചേരികളായിരുന്നു അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട സൈനിക ചേരികളായിരുന്നു അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. അച്ചുതണ്ട് ശക്തിയാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിവ സഖ്യശക്തികളാണ്. ഒന്നാം ലോക മഹായുദ്ധം ആണ് എങ്കിൽ പ്രധാനപ്പെട്ട സൈനിക ചേരികൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും ആണ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ചേരികൾ എന്ന് പറയുന്നത്. ത്രികക്ഷി സഖ്യത്തിലാണ് ഇറ്റലി, ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി വരുന്നത്. ഇറ്റലി, ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി ത്രികക്ഷി സഖ്യത്തിൽ വരുന്നു. ത്രികക്ഷി സൗഹാർദ്ദത്തില് റഷ്യ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്. ത്രികക്ഷി സൗഹാർദ്ദത്തില് റഷ്യ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്. അത്രയും കാര്യങ്ങൾ പഠിക്കുക.